കഥനം മറക്കാൻ കഴിഞ്ഞു. ഷെരീഫ, നിന്നെ ഞാൻ കാണിച്ച് തരാട്ടാന്ന് പറയുന്നുണ്ട്. എവിടെ റയ മുങ്ങിട്ടാ ബിപിയെ? റയ മുങ്ങി. മുന്നബായ് എന്താടാ പാടാത്തെ പോയത് എന്ന് മുന്നബായ് ചോദിക്കുന്നുണ്ട്. സിറാജ് ചിരിക്കുന്നുണ്ട്. എന്റെ റയ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. മുന്നബായ് ഞാൻ നിർത്തി എന്ന് മുന്നബായ് പറയുന്നുണ്ട്. ഡ്രീം ആ വഴിക്ക് അങ്ങ് പോയോന്ന്. ഡ്രീം ഓടി. ഇനി ചിലപ്പോ പാട്ട് ബുക്ക് എടുക്കാൻ പോയതാണോ കോണി എടുക്കാൻ പോയതാണോ എന്നറിയില്ല. സിറാജ് വന്നിട്ടുണ്ട്. സിറാജ് മുങ്ങിയില്ല, അവള് മുങ്ങിയിട്ടില്ല, മിണ്ടാണ്ടിരിക്കണ്ടാവും കള്ളത്തി. വാലിക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഹബീബി വെൽക്കം. റയാന കേറി ബിപി ചേച്ചി, ഞാൻ റയ 10 കോലൂട്ടായി അതെ വാങ്ങിയിട്ടുണ്ട്. 10 വേഗം പാടോ. ഒറിജിനലിൽ ഉണ്ടയില്ലാത്ത ഭാസ്കരന്റെ അനിയൻ. ഭാസ്കരന്റെ അനിയ ഒറിജിനലിൽ ഉണ്ടയില്ലാത്ത ഭാസ്കരേട്ടൻ വന്നിട്ടോ. റയാൻ അങ്ങോട്ട് പോയി. ഭാസ്കരേട്ടൻ റയാൻ വന്നിട്ടുണ്ട്. റയ്യാനല്ല, ഇത് റയ്യ. അത് റയ്യാന വേറെ, ഈ റയ്യ വേറെ. അതെ അതെ, 2 റയ ആ ഉണ്ട് ഈ അല്ലേ? ഇത് അത് റയ്യ, മറ്റേത് റയ്യ. റൈഹു, മറ്റേത് റൈഹു. പാടുന്ന ഈ റയ്യ പാടുന്ന വേറെ. അത് നമ്മുടെ കാസർഗോട്ട് പുള്ളല്ല റയ്യ. ഇത് നമ്മുടെ ചാവക്കാട് പുള്ളയാണ്, ഞങ്ങളെ അയൽവാസിയാണ്. ആണല്ലേ? രണ്ടും വേറെ വേറെ. റയ്യ കിടന്നാൽ വെള്ളം തലയിലൂടെ ഒഴിച്ച് എണീപ്പിക്കും പറയുന്നുണ്ട് ഷെബീർക്ക. എടി ഷെരീഫ വിളിക്കുന്നുണ്ട്. പൊളിക്കല്ലേന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ പൊളിക്കണല്ലേ നമ്മുടെ അനിയ എന്നാണ് ഭാസ്കരന്റെ അനിയൻ. ഇത്ര വലിയ പേരൊക്കെ ഇട്ടാല് അനിയെന്ന് വിളിക്കണുള്ളൂ. ഞങ്ങള് വലുതാക്കി നീട്ടി. സിറാജ് ബീച്ച് സ്നേഹം നൽകി ചിരിക്കുന്നുണ്ട്. ആരാ കേറിയേന്ന് ചോദിക്കുന്നുണ്ട് ഷെബീർക്ക. ഷെബീർക്ക, ഇത് നമ്മുടെ സിറാജാണ്. സിറാജ് കാലിക്കറ്റ്. ഷെബീർ വയനാട് അല്ലേ? അത് ഷെബീർക്ക വയനാട്. നമ്മുടെ റയ്യാനത് അപ്പുറത്ത് ഒളിച്ചിരുന്നിട്ട് സ്നേഹം നൽകുന്നുണ്ട് സിറാജിന്. വിപിക്ക് സ്നേഹം കൊടുക്കുന്നുണ്ട്. വിപിനെ ഇങ്ങനെ അടുപ്പിക്കുന്നുണ്ട്. വിപി ഞാൻ മുട്ടായൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, ഒന്ന് മുളി കൊടുത്താൽ മതി. ആരാ വിളിക്കുന്നത്? ഷെബീർക്ക പറയുന്നുണ്ട്. സിറാജു എന്ന് വിളിക്കുന്നുണ്ട്. ഹായ് ഷെബീർ ബ്രോ, എന്താണ് ബീവി? ബീവി പറയുന്നു, റയ്യാനമുത്തെ എനിക്ക് പാട്ടൊന്ന് പഠിപ്പിച്ചതാന്ന് പറയുന്നുണ്ട് നമ്മുടെ ബീവി. റയ്യാനൊക്കെ ഒരു കേറിക്കോന്ന് ഷെബീർ പറയുന്നു. ആരാ പൊളിക്കുന്നത്? അത് നമ്മുടെ സിറാജ് കാലിക്കറ്റ്. സിറാജ് റയ്യാന കേറണ്ടിട്ട് കേറിയതാട്ടോ. ബിപി ജ്യൂസ്. നീ ഇതൊന്ന് നോക്ക്, റയ്യാന ട്രാക്ക് മാറ്റി നോക്ക്. ബിപി ജ്യൂസ് കുടിച്ചോ? ലൈക്ക് ബാലകൃഷ്ണേട്ടാ, നമസ്കാരം ബാലകൃഷ്ണേട്ടാ. നമ്മുടെ ബാലേട്ടന് എല്ലാരും ഒരു ഹായ് കൊടുത്തേ. എല്ലാരും നമ്മുടെ ബാലേട്ടനൊന്ന് ഹായ് കൊടുത്ത് വെൽക്കം ചെയ്ത. സിറാജ് ഡ്രീം കയറാൻ തുടങ്ങിയപ്പോ അവിടെ കയറി ബിപി. ഡ്രീം ഒളിച്ചിരുന്നില്ലേ ബിപിയെ? അപ്പോഴല്ലേ സിറാജ് വന്ന് വിളിക്കാൻ വേണ്ടി വന്നതാണ്. സിറാജ് ഇപ്പൊ ഇറങ്ങിയാല് റയ്യാൻ കേറിക്കോ. ഇറങ്ങി വെൽക്കം ചെയ്യാൻ ഞാൻ വന്നത്. റയ്യ കേറിക്കോ. വാ, ഞാൻ കഴിച്ചോന്ന് പാലട്ട് ചോദിക്കുന്നത്. പാലട്ട കഴിച്ചുട്ടാ, കഴിച്ചു. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ചു തോന്നുന്നു. അതിലിപ്പോ വയസ്സ് കഴിച്ചിട്ടുണ്ടാവില്ല. സിറാജ് കഴിച്ചടാ? നീ നാട്ടിൽ തന്നെയല്ലേ ഇപ്പൊ? നാട്ടില. ഇനിയിപ്പോ എന്നൊക്കെ തിരിച്ചു കയറില് തീരുമാനിച്ചാ? ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് കേറില്ലേ? അങ്ങനെ ബിപി സാരമില്ല എന്ന് പറയുന്നുണ്ട് റയ്യാന. ബിപി അത് എന്താന്ന് ചോദിക്കുന്നുണ്ട് റയ്യാന. ഷബീർ നീ പഠിപ്പിക്കണ്ടെന്ന് ബിബി പറയുന്നുണ്ട്. ഓടി. എങ്ങനെ സിറാജ്? റയ്യാന പറയൂ സിറു പാടുന്നു. സിറുവിന് പാട്ട് അറിയില്ല അല്ലെ? സിറു പാടും. അതെ, സിറുവിന് അങ്ങനത്തെ ജാടൊന്നുമില്ല. ഇപ്പൊ ഇതില് ബിബി ഭയങ്കര ഡിമാൻഡ് ആക്കി. ബിബി റയ്യാക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ട്, പക്ഷെ ഇത്ര ഡിമാൻഡ് ഒന്നും വേണ്ട. നമ്മളിവിടെ കുറച്ച് ആൾക്കാരുള്ളതിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഡിമാൻഡ് ആക്കേണ്ട കാര്യം അല്ലേ? അതെ, നമുക്ക് അങ്ങനെ കഴിവുണ്ട്, നമ്മളെ പാടും. അതെ, നമുക്കൊന്നും കഴിവില്ലാത്തതുകൊണ്ടാണ്. സൗണ്ടുകൾ എടുക്കും, അത്ര തന്നെ. മിമിക്രി ചെയ്യോ? അത്യാവശ്യമൊക്കെ. എന്തെങ്കിലുമൊക്കെ ഒരു മിമിക്രി കാണിച്ചു ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് കേൾക്കട്ടെ. നിന്റെ കഴിവ് അറിയട്ടെ. ട്രെയിൻ